കോൺജറിങ് ദ ലാസ്റ്റ് റൈറ്റ്സ്. കോൺജറിങ് യൂണിവേഴ്സിലെ തന്നെ 9ാമത്തെ സിനിമയും എഡ് ആൻഡ് ലൊറൈൻ മോറിന്റെ ലാസ്റ്റ് കേസുമാണ് ഈ മൂവി കാണിക്കുന്നത്. സോ നമുക്ക് ഈ സിനിമ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ 2013-ലാണ്. സോ അന്ന് തൊട്ട് ഈ കോൺജറിങ് യൂണിവേഴ്സിൽ വരുന്ന എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കണ്ട് അതിൽ കോൺജറിങ് 1 ആണെങ്കിലും കോൺജറിങ് 2 ആണെങ്കിലും വളരെ പോപ്പുലർ ആയതും പിന്നെ അതിനുശേഷം വന്ന അത്രയ്ക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത സിനിമകളാണെങ്കിൽ പോലും അതിനൊരു പർട്ടിക്കുലർ ഫാൻ ബേസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അതിലെ ക്യാരക്ടേഴ്സ്, അതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കും. ഇപ്പൊ അനബൽ ഡോൾ ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള വാലാക്ക ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പൊ ഇങ്ങനെ വളരെ ഹൈ എക്സ്പെക്ടേഷനോട് കൂടി കണ്ടൊരു സിനിമയായിരുന്നു കോൺജറിങ് ദ ലാസ്റ്റ് റൈറ്റ്സ്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഇതുവരെ ഇറങ്ങിയതിൽ തന്നെ കോൺജറിങ് യൂണിവേഴ്സിലെ ഏറ്റവും വീക്കസ്റ്റ് മൂവീസിൽ ഒന്നാണെന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ ഈ 2013 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 12 വർഷമായി കാണുന്ന ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെ ഇതിലും ഫോളോ ചെയ്യുന്നു. പക്ഷെ ഒരു പുതുമയും ഇല്ല, എന്നാൽ അതേസമയം ഹൊറർ എലിമെന്റ്സ് വളരെ കുറച്ചുമായിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതിൽ അവർ കൂടുതലും കാണിക്കുന്ന അവരുടെ ഫാമിലി ബോണ്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആസ്ഥാനത്ത് കൊണ്ട് കാണിച്ച് ആ ഒരു ഹൊറർ സിനിമയുടെ ഒരു ഫീല് തന്നെ അങ്ങ് ഇല്ലാതാക്കുന്നുണ്ട്. ഇതൊരു 2 hour 15 minutes ഉള്ള സിനിമയാണ്. സോ ഇതിന്റെ ബേസിക് സ്റ്റോറി ലൈൻ ബാക്കിയുള്ള കോൺജറിങ് സിനിമകളിൽ ഉള്ളതുപോലെ തന്നെ, എന്നാലും ഒരു ഫാമിലി കാണിക്കുന്നു, അവരുടെ വീട്ടിലേക്ക് ഒരു പുതിയ എലിമെന്റ് കൊണ്ടുവയ്ക്കുന്നു, ഒരു സാധനം കൊണ്ടുവയ്ക്കുന്നു, അതിൽ ഈ പറയുന്ന ഡീമൻ അറ്റാച്ച്ഡ് ആണ്. എഡ് ആൻഡ് ലൊറൈൻ ആയിട്ട് ഹിസ്റ്ററി ഉള്ള ഒരു ഡീമൺ ആണ്. എന്നിട്ട് അവർ ആ രീതിയിൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു മൂവിയാണ്. സോ പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്നു. പിന്നെ കാണിക്കുന്നത് ഇവരുടെ ഫാമിലിയിലെ ഡ്രാമയും അങ്ങനെ എന്താ പറയാ, അവരുടെ മകളുടെ കല്യാണം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആ രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ച് പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഫാമിലിയുടെ പ്രശ്നങ്ങൾ, അതായത് ഈ എലിമെന്റ് കൊണ്ടുവച്ച ഫാമിലിയുടെ പ്രശ്നങ്ങൾ കാണിക്കുന്നു. പിന്നെ എഡൻ ലോറന്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നു. അങ്ങനെ അങ്ങനെ ഒരു നമുക്കെന്താ പറയാ, ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവര് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ കോൺജറിങ് 1 എടുക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫാമിലിയിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, പിന്നെ അവിടെ പോയി ഇവര് നിന്ന് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി ആ സോൾവ് ചെയ്യുന്നതാണല്ലോ ഫസ്റ്റ് കോൺജറിങ്ങിൽ കാണിച്ചത്. ഇതിലിങ്ങനെ മാറിയും മറിച്ചും വരുമ്പോഴേക്കും നമുക്ക് ഒട്ടും ഒരു കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളും തോന്നത്തില്ല. പണ്ടേ കണ്ട് മടുത്ത സെയിം കാര്യങ്ങൾ പിന്നെയും കാണുമ്പോൾ അതും ഒരു മടുപ്പാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ജംപ് സ്കെയർസ് എങ്കിലും ഉണ്ട്. ഇതിനകത്ത് ജംപ് സ്കെയർസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇപ്പം മനസ്സിലാവും. ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്ത് തുടങ്ങി ഇത്രയും സിനിമകൾ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ഇപ്പം ഒന്ന് തിരിഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് റൈറ്റിലോട്ട് തിരിയുമ്പോൾ അവിടെ ഒരു ജംപ് സ്കെയർ ആയിരിക്കും, അവിടെ എന്തെങ്കിലും വന്ന് നിൽക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഹൊറർ മൂവി കാണുന്ന ഒരാളാണെങ്കിൽ ശരിയാണ്, അയാൾക്ക് ചിലപ്പോൾ പേടിയാവും, മനസ്സിലിങ്ങനെ ഞെട്ടുന്ന എലിമെന്റ്സും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ വെറും ഒരു ആവറേജ് വൺ ടൈം എന്ന് പറയാൻ പോലും ഇല്ല. ഇവരുടെ ലാസ്റ്റ് മൂവി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫിനാലിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഡീമൺസിന്റെ ഒക്കെ ക്യാമിയോ ഉണ്ട്. അനബൽ ഡോളിന്റെ ഒക്കെ ക്യാമിയോ ഇടയ്ക്ക് കാണിക്കുന്നു. ഇവരുടെ പഴയ കേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പൊ എല്ലാ കോൺജറിങ് സിനിമയിലും ഇപ്പൊ അനബലിന്റെ ഒരു പ്രസൻസ് എവിടെയെങ്കിലും ഒക്കെ കാണിച്ചും അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, ക്യാമിയോ രീതിയിലൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ബിലോ ആവറേജ്, കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഒരു 30 മിനിറ്റ്സോളം കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡായിട്ട് പോകുവാൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും അതും കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തന്നെ ഈ ആഴ്ച പോയി കിട്ടി.